ഫ്ലോയും PSCയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് വരുന്ന PSC എക്സാമുകൾക്കൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള തിരഞ്ഞെടുത്ത ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ബഹിരാകാശത്ത് എലിയുടെ ഭ്രൂണം വളർത്തുന്നതിൽ വിജയിച്ച രാജ്യമേത്? ജപ്പാൻ. ബഹിരാകാശത്ത് എലിയുടെ ഭ്രൂണം വളർത്തുന്നതിൽ വിജയിച്ച രാജ്യമേത്? ജപ്പാൻ. കുട്ടനാടിന്റെ പ്രധാന ജലസ്രോതസ്സായ നദി ഏത്? പമ്പ. കുട്ടനാടിന്റെ പ്രധാന ജലസ്രോതസ്സായ നദി ഏത്? പമ്പ. സുപ്രീം കോടതി, ഹൈക്കോടതികൾ എന്നിവിടങ്ങളിലെ നടപടിക്രമങ്ങൾ ഏതു ഭാഷയിലാകണമെന്നാണ് അനുച്ഛേദം 348(1)(a) നിഷ്കർഷിക്കുന്നത്? ഇംഗ്ലീഷ്. സുപ്രീം കോടതി, ഹൈക്കോടതികൾ എന്നിവിടങ്ങളിലെ നടപടിക്രമങ്ങൾ ഏതു ഭാഷയിലാകണമെന്നാണ് അനുച്ഛേദം 348(1)(a) നിഷ്കർഷിക്കുന്നത്? ഇംഗ്ലീഷ്. ഇന്ത്യൻ വിദേശ നയത്തിന്റെ മുഖ്യ ശില്പിയായി അറിയപ്പെടുന്നത് ആര്? ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ വിദേശ നയത്തിന്റെ മുഖ്യ ശില്പിയായി അറിയപ്പെടുന്നത് ആര്? ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടനയിൽ സഹകരണ സംഘം എന്ന വാക്ക് കൂട്ടിച്ചേർത്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 97-ാം ഭേദഗതി. ഇന്ത്യൻ ഭരണഘടനയിൽ സഹകരണ സംഘം എന്ന വാക്ക് കൂട്ടിച്ചേർത്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 97-ാം ഭേദഗതി. ഉപദ്വീപീയ പീഠഭൂമി പ്രദേശത്തെ നൈസർഗിക സസ്യജാലങ്ങൾ ഏവ? ഉഷ്ണമേഖല, ഇലപൊഴിയും കാടുകൾ. ഉപദ്വീപീയ പീഠഭൂമി പ്രദേശത്തെ നൈസർഗിക സസ്യജാലങ്ങൾ ഏവ? ഉഷ്ണമേഖല, ഇലപൊഴിയും കാടുകൾ. കുറിച്യ ലഹളയുടെ പ്രധാന കേന്ദ്രമായിരുന്ന പ്രദേശം ഏത്? വയനാടൻ കാടുകൾ. കുറിച്യ ലഹളയുടെ പ്രധാന കേന്ദ്രമായിരുന്ന പ്രദേശം ഏതാണ്? വയനാടൻ കാടുകൾ. ഏത് ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ടതാണ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്? പാൻക്രിയാസ്. ഏത് ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ടതാണ് ഐലൻഡ്സ് ഓഫ് ലാംഗർഹാൻസ്? പാൻക്രിയാസ്. ശരീരവളർച്ച ത്വരിതപ്പെടുത്തുന്ന ഹോർമോൺ ഏത്? സൊമാറ്റോട്രോപ്പിൻ. ശരീരവളർച്ച ത്വരിതപ്പെടുത്തുന്ന ഹോർമോൺ ഏത്? സൊമാറ്റോട്രോപ്പിൻ. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലുണ്ടായ തീപിടുത്തം കഥാതന്തുവായി പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രം ഏത്? ഇതുവരെ. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലുണ്ടായ തീപിടുത്തം കഥാതന്തുവായി പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രം ഏതാണ്? ഇതുവരെ. ഏത് പദ്ധതിയെപ്പറ്റി പഠിക്കാൻ നിയോഗിക്കപ്പെട്ടതാണ് VK പോൾ കമ്മിറ്റി? ആയുഷ്മാൻ ഭാരത്. ഏത് പദ്ധതിയെപ്പറ്റി പഠിക്കാൻ നിയോഗിക്കപ്പെട്ടതാണ് VK പോൾ കമ്മിറ്റി? ആയുഷ്മാൻ ഭാരത്. ഇന്ത്യയിലെ രണ്ടാമത്തെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം സ്ഥാപിക്കുന്ന തമിഴ്നാട്ടിലെ സ്ഥലം ഏത്? കുലശേഖര പട്ടണം. ഇന്ത്യയിലെ രണ്ടാമത്തെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം സ്ഥാപിക്കുന്ന തമിഴ്നാട്ടിലെ സ്ഥലം ഏതാണ്? കുലശേഖര പട്ടണം. നിയമവിരുദ്ധമായി അധികാര സ്ഥാനങ്ങൾ കൈയാളുന്നത് തടയാനുള്ള റിട്ട് ഏത്? കോ വാറന്റോ. നിയമവിരുദ്ധമായി അധികാര സ്ഥാനങ്ങൾ കൈയാളുന്നത് തടയാനുള്ള റിട്ട് ഏതാണ്? കോ വാറന്റോ. കമ്പ്യൂട്ടറിൽ സൃഷ്ടിക്കപ്പെടുന്ന ഒട്ടേറെ ഫയലുകളെ ഒരുമിച്ച് ക്രമീകരിച്ച് സൂക്ഷിക്കാനുള്ള സംവിധാനം ഏത്? ഫോൾഡർ. കമ്പ്യൂട്ടറിൽ സൃഷ്ടിക്കപ്പെടുന്ന ഒട്ടേറെ ഫയലുകളെ ഒരുമിച്ച് ക്രമീകരിച്ച് സൂക്ഷിക്കാനുള്ള സംവിധാനം ഏതാണ്? ഫോൾഡർ. അന്നജത്തെ മാൾട്ടോസാക്കി മാറ്റാൻ സഹായിക്കുന്ന ഉൾപ്രേരകം ഏത്? അമിലേസ്. അന്നജത്തെ മാൾട്ടോസാക്കി മാറ്റാൻ സഹായിക്കുന്ന ഉൾപ്രേരകം ഏതാണ്? അമിലേസ് ആണ്. കാലാവസ്ഥാ ബലൂണുകളിൽ നിറയ്ക്കുന്ന വാതകം ഏത്? ഹീലിയം. കാലാവസ്ഥാ ബലൂണുകളിൽ നിറയ്ക്കുന്ന വാതകം ഏതാണ്? ഹീലിയമാണ്. വൈദ്യുത വിശ്ലേഷണ നിയമം ആവിഷ്കരിച്ചത് ആര്? മൈക്കിൾ ഫാരഡെ. വൈദ്യുത വിശ്ലേഷണ നിയമം ആവിഷ്കരിച്ചത് ആരാണ്? മൈക്കിൾ ഫാരഡെ. ഹരിതകണത്തിൽ എവിടെ വെച്ചാണ് ജലം വിഘടിച്ച് ഓക്സിജൻ പുറന്തള്ളപ്പെടുന്നത്? ഗ്രാനയിൽ വെച്ചാണ് ഓക്സിജൻ പുറന്തള്ളപ്പെടുന്നത്. ഹരിതകണത്തിൽ എവിടെ വെച്ചാണ് ജലം വിഘടിച്ച് ഓക്സിജൻ പുറന്തള്ളപ്പെടുന്നത്? ഗ്രാനയിൽ വെച്ച്. ആഗ്നേയരസത്തിലെ ഏത് എൻസൈമാണ് പ്രോട്ടീനെ പെപ്റ്റൈഡാക്കി മാറ്റാൻ സഹായിക്കുന്നത്? ട്രിപ്സിൻ. ആഗ്നേയരസത്തിലെ ഏത് എൻസൈമാണ് പ്രോട്ടീനെ പെപ്റ്റൈഡാക്കി മാറ്റാൻ സഹായിക്കുന്നത്? ട്രിപ്സിൻ ആണ്. ഏത് രോഗത്തിനെതിരായി വികസിപ്പിച്ചെടുത്ത വാക്സിനാണ് ഇക്സ്ചിഗ്? ചിക്കുൻഗുനിയ. ഏത് രോഗത്തിനെതിരായി വികസിപ്പിച്ചെടുത്ത വാക്സിനാണ് ഇക്സ്ചിഗ്? ചിക്കുൻഗുനിയ. പ്രധാന ആണവോർജ ഉച്ചകോടിക്ക് വേദിയായ നഗരം ഏതാണ്? ബ്രസൽസ്. പ്രഥമ ആണവോർജ ഉച്ചകോടിക്ക് വേദിയായ നഗരം ഏതാണ്? ബ്രസൽസ്. ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് കെട്ടിട സമുച്ചയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? സൂറത്ത്. ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് കെട്ടിട സമുച്ചയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സൂറത്തിലാണ്. സ്വാതന്ത്ര്യ സമരകാലത്ത് ഏത് ദേശീയ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ സംഭവമാണ് കീഴരിയൂർ ബോംബ് കേസ്? ക്വിറ്റ് ഇന്ത്യ സമരം. സ്വാതന്ത്ര്യ സമരകാലത്ത് ഏത് ദേശീയ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ സംഭവമാണ് കീഴരിയൂർ ബോംബ് കേസ്? ക്വിറ്റ് ഇന്ത്യ സമരം. 1878 പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പാക്കിയത് ആരാണ്?
ലിട്ടൻ പ്രഭുവാണ്. 1878 പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പാക്കിയത് ആരാണ്? ലിട്ടൻ പ്രഭു. ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം പിന്നീട് ഭരണഘടനയുടെ ഏത് ഭാഗത്തിന് അടിസ്ഥാനമായി മാറി? ആമുഖം. ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം പിന്നീട് ഭരണഘടനയുടെ ഏത് ഭാഗത്തിന് അടിസ്ഥാനമായി മാറി? ആമുഖം. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പ്രതിമയായ സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഏത് അണക്കെട്ടിന് അഭിമുഖമായാണ് സ്ഥാപിച്ചിരിക്കുന്നത്? സർദാർ സരോവർ ഡാം. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പ്രതിമയായ സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഏത് അണക്കെട്ടിന് അഭിമുഖമായാണ് സ്ഥാപിച്ചിരിക്കുന്നത്? സർദാർ സരോവർ ഡാം. ഏത് ബാങ്കിന്റെ മുൻഗാമിയായിരുന്നു ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഏത് ബാങ്കിന്റെ മുൻഗാമിയായിരുന്നു ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ആദ്യത്തെ ഖേൽരത്ന പുരസ്കാര ജേതാവ് ആരാണ്? വിശ്വനാഥൻ ആനന്ദ് ആണ്. ആദ്യത്തെ ഖേൽരത്ന പുരസ്കാര ജേതാവ് ആരാണ്? വിശ്വനാഥൻ ആനന്ദ്. രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് കുറയുന്ന രോഗാവസ്ഥ ഏത്? ടെറ്റനി. രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് കുറയുന്ന രോഗാവസ്ഥ ഏതാണ്? ടെറ്റനി. മനുഷ്യരിലെ അക്ഷാസ്തികൂടത്തിലെ അസ്ഥികളുടെ എണ്ണം എത്ര? 80. മനുഷ്യരിലെ അക്ഷാസ്തികൂടത്തിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 80 ആണ്. വിറ്റാമിൻ കെ ഉൽപ്പാദിപ്പിക്കുന്ന ബാക്ടീരിയകൾ പ്രധാനമായും കാണപ്പെടുന്നത് എവിടെയാണ്? വൻകുടലിൽ. വിറ്റാമിൻ കെ ഉൽപ്പാദിപ്പിക്കുന്ന ബാക്ടീരിയകൾ പ്രധാനമായും കാണപ്പെടുന്നത് വൻകുടലിലാണ്. തിരുവിതാംകൂറിൽ പതിവ് കണക്ക് എന്ന പേരിൽ വാർഷിക ബജറ്റ് സമ്പ്രദായം ഏർപ്പെടുത്തിയ ഭരണാധികാരി ആര്? മാർത്താണ്ഡവർമ്മ. തിരുവിതാംകൂറിൽ പതിവ് കണക്കെന്ന പേരിൽ വാർഷിക ബജറ്റ് സമ്പ്രദായം ഏർപ്പെടുത്തിയ ഭരണാധികാരി ആര്? മാർത്താണ്ഡവർമ്മ. സംസ്ഥാന സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ചിട്ടുള്ള ഇനമേത്? തീരശോഷണം. സംസ്ഥാന സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ചിട്ടുള്ള ഇനം ഏതാണ്? തീരശോഷണം. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർപേഴ്സൺ ആര്? ജില്ലാ കളക്ടറാണ്. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർപേഴ്സൺ ആരാണ്? ജില്ലാ കളക്ടർ. വളവുകൾക്കപ്പുറം നിന്ന് വരുന്ന വാഹനങ്ങളെ കാണാൻ സാധിക്കും വിധം റോഡിലെ കൊടും വളവുകളിൽ സ്ഥാപിച്ചിട്ടുള്ള വലിയ ദർപ്പണങ്ങളേവ? കോൺവെക്സ് ദർപ്പണങ്ങൾ. വളവുകൾക്കപ്പുറം നിന്ന് വരുന്ന വാഹനങ്ങളെ കാണാൻ സാധിക്കും വിധം റോഡിലെ കൊടും വളവുകളിൽ സ്ഥാപിച്ചിട്ടുള്ള വലിയ ദർപ്പണങ്ങളേവ? കോൺവെക്സ് ദർപ്പണങ്ങൾ. 35 ക്വസ്റ്റ്യൻസ് ആണ് നോക്കിയത്. നന്നായി പഠിക്കുക. ഓക്കെ, താങ്ക് യു.